ചരിത്രാതീത കാലം മുതൽ സൗരോർജം സംഭരിക്കുന്നതാണല്ലോ സസ്യങ്ങളുടെ ഇലകൾ. അപ്പോൾ അതും ഒരു സോളാർ പാനലായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഈ സോളാർ പാനലിൽ അധികം ആന്തോസയനിൻ ചുവന്ന പിഗ്മെൻ്റാണല്ലോ ക്ലോറോഫിലിനെക്കാളും കൂടുതൽ. ക്ലോറോഫിലാണല്ലോ നമുക്ക് പ്രധാന ഫോട്ടോസിന്തസിസ് പിഗ്മെൻറ്റ്. ഇതിൽ പക്ഷേ ക്ലോറോഫിലേ ഉള്ളൂ, ആന്തോസയനിൻ കാണുന്നില്ല. തക്കാളി ഉണ്ടാകുമ്പോൾ തക്കാളിയിൽ ആന്തോസയനിൻ ഉണ്ടാവും. ഇതാ യഥാർത്ഥ സോളാർ പാനലും ഉണ്ട് ഇവിടെ. ഇതിപ്പോൾ അടുത്ത് ഫിറ്റ് ചെയ്തതാണ്, എൻ്റെ വക ഫിറ്റിങ്ങാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ഗുണങ്ങളും കാണും. ഇതൊരു 250 വാട്ട് സോളാർ പാനലാണ്. അപ്പോൾ ഞാനൊരു സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒക്കെ സ്വന്തം പരിപാടി തന്നെയാണ്. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിരിക്കണേ. എന്നിട്ട് അത് ഫ്ലെക്സിബിൾ പാനലാണ്, പുതിയതായിട്ടാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടങ്ങുകയൊക്കെ ചെയ്യും. മടങ്ങുക പറഞ്ഞാൽ ഫുള്ള് മടക്കാൻ പറ്റില്ല, ഫ്ലെക്സിബിൾ ഒരു വളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്വല്പം വളഞ്ഞായിരിക്കുന്നത്. ശരിക്കും ഇതിലും വളഞ്ഞിരിക്കും, കാരണം അതൊരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും വളയും. പക്ഷെ അതിനുവേണ്ടി ഞാൻ അങ്ങേ തലക്കിൽ 2 കയർ കെട്ടിയിട്ട് സ്വല്പം പൊക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ സോളാർ പാനൽ ഞാൻ വാങ്ങാനുള്ള പ്രധാന കാരണം അതിന് ഭാരം വളരെ കുറവാണ്. ഈ 250 വാട്ടിൻ്റെ പാനലിന് ആകെ 5.8 കിലോ ഉള്ളൂ. അപ്പോൾ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതിന് മറ്റേ പാനലിൻ്റെ അത്ര കാലാവധി കിട്ടുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഫ്ലെക്സിബിൾ പാനൽ ഇപ്പോൾ അടുത്ത കാലത്തല്ലേ ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഭാവിയിലേ അറിയാൻ പറ്റുള്ളൂ എത്ര കാലം നിൽക്കുന്നൊക്കെ.